ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാനി തുർക്കി ചരിത്രത്തിലെ ആധുനിക തുർക്കിയുടെ ചരിത്രത്തിലെയും സുപ്രധാന പണ്ഡിതന്മാരിൽ ഒരാളാണ് ബദിയുസ്സമാൻ സഈദ് നൂർസി. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെയാണ് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനശേഷവും ആധുനിക തുർക്കിയിലെ ഇസ്ലാമിക നവജാഗരണത്തിലേക്ക് വഴിതെളിച്ചത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെയാണ് ഇന്നും തുർക്കിയിലെ ഒരു മുസ്ലിം ബോധം, ഇസ്ലാം എന്നത് വെല്ലുവിളിക്കപ്പെടുകയും പാശ്ചാത്യ വിവിധ ചിന്താരീതികളെയും ജീവിതശൈലികളും ഏറ്റെടുത്ത ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ പോലും മുസ്ലിം എന്ന ഒരു അവബോധം, ഒരു ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള, സ്വത്വത്തെക്കുറിച്ചുള്ള ബോധം നൽകിയത് ആധുനിക തുർക്കിയിൽ ബദിയുസ്സമാൻ സഈദ് നൂർസിയുടെ ചിന്തകളിലൂടെയാണ്. അതുമല്ല, ആധുനിക തുർക്കിയുടെ രാഷ്ട്രീയ മേഖലകളിലും വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും അവിടുത്തെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക ചലനങ്ങളിലുമെല്ലാം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ പണ്ഡിതനെന്ന നിലയിലും ബദിയുസ്സമാൻ സഈദ് നൂർസിയുടെ പേരാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1877 ജനിക്കുകയും 1960 വരെയും വളരെ പുറകിലല്ലാതെ തന്നെ ജീവിച്ച മഹാനായ ഒരു മനുഷ്യനാണ്, പണ്ഡിതനാണ് ബദിയുസ്സമാൻ സഈദ് നൂർസി. അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് പറയുന്നത് എണ്ണിയാൽ വളരെ ചുരുക്കമുള്ള രചനകൾ തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാന കിതാബുകളിലൂടെ, പ്രത്യേകിച്ച് ഖുർആൻ്റെ തന്നെ കമൻ്ററിയായി വിശദീകരിക്കപ്പെടുന്ന റിസാലെ നൂറിലൂടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില കമൻ്ററികളിലൂടെയും രചനകളിലൂടെയുമെല്ലാം ബദിയുസ്സമാൻ സഈദ് നൂർസിയുടെ ചിന്തകൾ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും തുർക്കിയുടെ തന്നെ കമാലിസ്റ്റ്, സെക്കുലറിസ്റ്റ്, ലിബറൽ പശ്ചാത്തലത്തിലുള്ള ആധുനിക തുർക്കിയുടെ ഭരണ മേഖലയിലുള്ള ആൾക്കാരെ പോലും ശക്തമായി സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ബദിയുസ്സമാൻ സഈദ് നൂർസിയുടെ ചിന്തകൾ മാറി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതഘട്ടവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബദിയുസ്സമാൻ സഈദ് നൂർസി അദ്ദേഹം കുർദിസ്ഥാൻ, അതായത് കുർദ് വംശജനാണ്. തുർക്കിയിൽ തന്നെയാണ് ബിത്ലിസ് എന്ന് പറയുന്ന ഭാഗത്ത് ജനിച്ചതെങ്കിലും തുർക്കിയിലെ സവിശേഷമായ ഒരു വംശമാണ് കുർദിഷ് വംശം എന്ന് പറയുന്നത്. ആ ഭാഗത്തിൽ തന്നെയാണ് ഇദ്ദേഹവും ജനനമെടുത്തത്. അതുകൊണ്ട് തന്നെ കുർദിഷ് മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഖാലിദ് ബാഗ്ദാദിയുടെ സ്വാധീനത്തിന് ശേഷം കുർദിഷ് മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന മറ്റൊരു പണ്ഡിതനായി മാറുന്നത് ബദിയുസ്സമാൻ സഈദ് നൂർസിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് ചരിത്രത്തിൽ ദർശിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മുല്ല അഹ്മദ്, മുല്ല ഫതഹുല്ല പോലെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ജ്യേഷ്ഠ സഹോദരനായ മുല്ല അബ്ദുല്ല അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരിലൂടെ ആദ്യകാല വിദ്യാഭ്യാസം അദ്ദേഹം നേടുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. അതിനുശേഷമാണ് പിന്നീട് വിവിധ ഘട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങൾ പോകുന്നത്. ബദിയുസ്സമാൻ സഈദ് നൂർസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ മരണം വരെയും നിരവധി പ്രദേശങ്ങളിൽ ആധുനിക തുർക്കിയുടെ അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ട ഒരാളാണ്. സ്വന്തമായി യാത്രകൾ ചെയ്യുന്നതിൻ്റെ അപ്പുറം നാടുകടത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെയും പ്രബോധന പ്രവർത്തനത്തിൻ്റെയും ഇസ്ലാഹിൻ്റെയും അതുപോലെ തന്നെ അന്നത്തെ നിലവിലുള്ള രാഷ്ട്രീയ ക്രമത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെയും ഭാഗവും കൂടിയാണ്. അപ്പോൾ ഈ ഇസ്ലാമിക പ്രവർത്തനം, ദഅവത്ത്, ഇസ്ലാഹ്, ഭരണകൂട വിമർശം, ഇതെല്ലാം കൂടി അടങ്ങുന്ന വളരെ സംഘർഷഭരിതമായ, എന്നാൽ അദ്ദേഹം അതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊള്ളുന്ന ഒരു തരത്തിലുള്ള പ്രബോധന ജീവിത ശൈലിയായിരുന്നു ബദിയുസ്സമാൻ സഈദ് നൂർസി
അനുഭവിച്ചിരുന്നത്, ജീവിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പോലും അവിടെ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനം ചെലുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ഭാഗത്തു നിന്നാണ് പിന്നീട് അദ്ദേഹം 1800കളുടെ അവസാനത്തിലൂടെ കുടുംബത്തിൽ നിന്നുള്ള, ചുറ്റുപാടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ബിദ്രിസ് ഭാഗത്തു നിന്നുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം വാൻ എന്ന് വിളിക്കപ്പെടുന്ന തുർക്കിയുടെ തന്നെ കിഴക്കൻ ഭാഗത്തേക്ക്, ആധുനിക തുർക്കിയുടെ കിഴക്കൻ ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയും അവിടെ എത്തുന്നതോടുകൂടി ഈ വാൻ എന്ന് പറയുന്ന വിലായത്ത് പ്രവിശ്യയുടെ ഒരു പ്രത്യേകത ആധുനികതയുടെ നല്ല സ്വാധീനം ലഭിക്കുകയും അവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിലുണ്ടായ ആധുനികവൽക്കരണത്തിൻ്റെ നല്ല സ്വാധീനമുള്ളൊരു പ്രദേശം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യകാലത്ത് ലഭിച്ച കൺവെൻഷണൽ വിദ്യാഭ്യാസ ക്രമത്തിനപ്പുറം സയൻസിനെക്കുറിച്ചും, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് പോലുള്ള പുതിയ സയൻസുമായി ബന്ധപ്പെട്ട, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട, നാച്ചുറൽ സയൻസിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നല്ലൊരു അടുത്ത അനുഭവം ഉണ്ടാവുകയും അതെല്ലാം അദ്ദേഹം നല്ല ആഴത്തിൽ പഠിച്ചെടുക്കുന്ന ഒരു തലത്തിലേക്ക് മാറുന്നതായും നമുക്ക് ചരിത്രത്തിൽ ദർശിക്കാൻ കഴിയും. ആ ഒരു കാലഘട്ടം 15 വർഷമാണ് അദ്ദേഹം പഠനത്തിനായി അവിടെ ചെലവഴിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുമായിട്ടുള്ള ഇടപെടലുകൾ തുടങ്ങുന്നത്. 1900 തുടക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അന്ന് ഉസ്മാനിയ ഖിലാഫത്തിൽ തന്നെ പ്രമുഖനായ ഒരു ഖുർആനിക പണ്ഡിതനായിരുന്ന ഇസ്മായിൽ ഗലൻബീവി എന്നറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ്റെ ബുർഹാൻ എന്ന് പറയുന്ന രചനയ്ക്ക് കമൻ്ററി എഴുതാൻ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ രചനാഘട്ടത്തിലെ രചനയുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരേ സമയം അദ്ദേഹം മുദരിസായി മാറുന്നു, അതേസമയം തന്നെ രചയിതാവായി മാറുന്നു, കൂടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായും കൂടി അദ്ദേഹം മാറുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ 90കളുടെ തുടക്കത്തിൽ തന്നെ, 1900കളുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ആ വാൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഒരു വലിയ ഒരു മദ്രസ സഹറ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടി തന്നെ അന്നത്തെ ഖലീഫയായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡുമായിട്ടുള്ള ചില ഇടപെടലുകളും ചിത്രീകരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ വിവിധ കാര്യങ്ങളിൽ ഉപദേശകനായി മാറിയതായും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മദ്രസ സഹറയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് വെക്കുകയും പക്ഷേ അദ്ദേഹത്തിന് വേണ്ട തരത്തിലുള്ള സഹായം ലഭിച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അന്ന് ആ ഒരു സാഹചര്യത്തിൽ വിവിധ ഡൈനാസ്റ്റികളുമായും ഇമ്പീരിയലിസ്റ്റ് ശക്തികളുമായിട്ടുള്ള ഖിലാഫത്തിൻ്റെ ഒരു സംഘർഷഭരിതമായ രാഷ്ട്രീയ നാളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്, ഖിലാഫത്തിന് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ സഹായിക്കാൻ പറ്റിയില്ല എന്ന ഒരു നിരീക്ഷണം നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ആദ്യത്തെ വേൾഡ് വാർ യുദ്ധം, ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തന്നെ താമസിക്കുന്ന വാൻ അടക്കമുള്ള പ്രദേശങ്ങൾ റഷ്യ അധിനിവേശം നടത്തി പിടിച്ചെടുക്കുന്നതും അതും ഈ പരിപാടിയെ പോസ്റ്റ്പോൺ ചെയ്യുന്നതിലേക്ക് നയിച്ചതായും കാണാം. മറ്റു ചില ചരിത്ര രചനകളിൽ ഇദ്ദേഹത്തിന് 1913 ചില ഫണ്ടിങ് ലഭിച്ചതായും എന്നാൽ പോലും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന മറ്റൊരു ചരിത്ര രചനയും കാണാം. എന്ത് തന്നെയാണെങ്കിലും മദ്രസ സഹറ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാതെ പോകുന്നു എന്നതാണ് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പണ്ഡിതനായി വളർന്നു വന്ന് മുദരിസായി ഉയർന്നു വരികയും അതിൻ്റെ കൂടെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള ആ ഭാഗത്ത്, ഈസ്റ്റേൺ തുർക്കിയുടെ ഭാഗത്തുള്ള അവിടുത്തെ ഇസ്ലാമിക ചലനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും യുവജനങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ആ മദ്രസ സ്ഥാപനത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് ചരിത്രം. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം മുനാസറാത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രചന നടത്തുന്നുണ്ട്. അദ്ദേഹം ആ രചനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന വാൻ ഭാഗത്തെ ഗോത്രവർഗക്കാരായ കുർദിഷ് ആവട്ടെ, തുർക്കിക്കാരാവട്ടെ, വിവിധ ഗോത്രവർഗ സമൂഹത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട്
മുനാസറാത്ത്, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദക്രമങ്ങൾ അടങ്ങുന്ന വിഷയങ്ങളാണ്. ഇസ്ലാമികമായ ആശയങ്ങൾ പഠിപ്പിക്കുക, കാലികമായ തരത്തിൽ ഇസ്ലാമിക ആശയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കുക, അതിലൂടെ അവരെ ഇസ്ലാമിക അവബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു മുനാസറാത്തിൽ അദ്ദേഹം നടത്തുന്നത്. പിന്നീട് അദ്ദേഹം ആ ഒരിടയിൽ തന്നെ ദമസ്കസിലേക്ക്, സിറിയൻ ഭാഗത്തേക്ക് പോവുകയും അന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായ മസ്ജിദ് ഉമയ്യ മസ്ജിദ് അദ്ദേഹം ഖുതുബ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഖുതുബ പിന്നീട് ഖുതുബെ ദിമഷ്ക് അല്ലെങ്കിൽ ദമാസ്കസ് സെർമൺ, ദമാസ്കസ് പ്രസംഗം എന്ന രീതിയിൽ, ഖുതുബ എന്ന രീതിയിൽ അത് വളരെ പ്രസിദ്ധമാവുകയും പിൽക്കാലത്ത് അത് റിസാലെ നൂറിൻ്റെ ഒരു ഭാഗമായി മാറുന്നതായി നമുക്ക് കാണാം. അതായത് ശുക്രൻ വാഹിദി അടക്കമുള്ള പണ്ഡിതന്മാർ അത് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായി നമുക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ രചനകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇതിന് ശേഷം തന്നെ അദ്ദേഹം ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെയും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഫത്വയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഖിലാഫത്തിൻ്റെ അനുയായികളായി മാറുകയും ജിഹാദിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഒന്നാം ലോക യുദ്ധത്തിൽ റഷ്യക്കാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ മുന്നേറുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുകയും എന്നാൽ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുറിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. അത്രത്തോളം ഒരു പണ്ഡിതൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, അതുപോലെ തന്നെ ഒരു ധീര മുജാഹിദ്, സ്വന്തം തന്നെ ജിഹാദിൽ, സായുധമായ ജിഹാദിൽ, ഒന്നാം ലോക യുദ്ധത്തിൽ ഖിലാഫത്തിൻ്റെ സൈന്യത്തിൽ സ്വന്തം അനുയായികളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്ന ഒരാളായും കൂടി നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇതിൻ്റെ ഇടയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ യുദ്ധ പശ്ചാത്തലത്തിൽ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇസ്ലാമിൻ്റെ മൗജിസത്തുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അടയാളങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇഷാറാത്തുൽ ഇഅജാസ് എന്ന് പറയുന്ന രചനയും അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരേ സമയം ജിഹാദ് ചെയ്യുക, അതേസമയം തന്നെ അനുയായികളെയും വിദ്യാർത്ഥികളെയും ഇസ്ലാമിക അവബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അതിൻ്റെ ഇടയിൽ തന്നെ രചന നിർവഹിക്കുകയും ചെയ്യുക. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് യുദ്ധത്തിൽ പരിക്ക് പറ്റുകയും പിടിക്കപ്പെടുകയും പിന്നീട് സൈബീരിയയിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. 2.5 വർഷമാണ് അദ്ദേഹം അവിടെ താമസിക്കേണ്ടി വരുന്നത്. അവിടെ പക്ഷേ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള നാടുകടത്തിലൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം നമുക്കറിയാം. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ ഞാൻ ഷഹീദാവും, എന്നെ ജയിലിടുകയാണെങ്കിൽ അതെനിക്ക് എൻ്റെ അള്ളാഹുമായിട്ടുള്ള ഖൽവത്ത്, ഒറ്റയ്ക്കിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും, എന്നെ നാടുകടത്തുകയാണെങ്കിൽ അതെനിക്ക് മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സാധ്യത ഒരുക്കുന്നു. ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നതായി കാണുവാൻ കഴിയും. അത് അതേപടി തന്നെ ബദിഉസ്സമാൻ സയ്യിദ് നൂർസിയുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം ജയിലായിരുന്ന സാഹചര്യത്തിൽ പോലും അവിടെ ഉണ്ടായിരുന്ന തടവുപുള്ളികളെയും കുറ്റവാളികളെയും എല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇസ്ലാഹി പ്രവർത്തനങ്ങളിലായിരുന്നു തുനിഞ്ഞിരുന്നത് എന്ന് നമുക്ക് കാണാം. പിന്നീട് അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും വിയനയിലേക്ക് പോവുകയും അവസാനം ഇസ്താംബുളിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. പിന്നെ 1918 അന്ന് ഇസ്താംബുളിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ ദാറുൽ ഹിക്മ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മദ്രസ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാം, അവിടുത്തെ അധ്യാപകനായും മാറുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടം രൂപപ്പെടുന്നത്. ഖിലാഫത്തിൻ്റെ തന്നെ അധികാരം ഇല്ലാതാവുന്ന, ഖിലാഫത്ത് എന്നത് ഒരു പുതിയ കക്ഷികളുടെ, അതായത് കമാലിസ്റ്റ് യുവതുർക്കികളുടെ കയ്യിലുള്ള ഒരു പാവയായി മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലെ ചില വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന കുവെ മില്ലിയ നാഷണൽ ഫോഴ്സിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് യുവതുർക്കികളാണ് അധികാരം കൈവെക്കുന്നെങ്കിൽ പോലും പേരിലെങ്കിലും ഖിലാഫത്തിൻ്റെ മുന്നിൽ വെക്കുകയും അവരുടെ പേരിൽ അധികാരം കയ്യേറുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും
അവശേഷിക്കുന്ന ആ ഒരു പ്രദേശങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നത് ഈ കൊളോണിയലിസ്റ്റ് ശക്തികളിൽ നിന്ന് അവശേഷിച്ച ഈ തുർക്കി ഖിലാഫത്തിൻ്റെ പ്രദേശങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ നാഷണൽ ഫോഴ്സാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അൻകാര കേന്ദ്രീകരിച്ചിട്ടുള്ള പുതിയ ഭരണകൂടത്തിന് അദ്ദേഹം സപ്പോർട്ട് കൊടുക്കുന്നു. ഈ ഭാഗത്ത് രണ്ട് ലൈഫാണ് അദ്ദേഹം സ്വയം ചിത്രീകരിക്കുന്നത്. ഒന്ന് ഓൾഡ് സയ്യിദ് എന്ന് വിളിക്കപ്പെടുന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഖിലാഫത്തിന് വേണ്ടി സംസാരിക്കുന്ന, അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളെയും ഖിലാഫത്തിൻ്റെ പേരിൽ യുദ്ധത്തിന് തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ പഠനം മുതൽ ഈ ഒരു ഘട്ടം വരെയുള്ള ഒരു ഘട്ടം. രണ്ടാമത് 1918 ശേഷം 20 തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതം 1950 വരെയുള്ള രണ്ടാമത്തെ ഘട്ടം. അതിന് അദ്ദേഹം സ്വയം വിളിക്കുന്നത് ന്യൂ സയ്യിദ് എന്നാണ്, അല്ലെങ്കിൽ സെക്കൻഡ് സയ്യിദ് എന്നാണ് ആ ഘട്ടത്തെ വിളിക്കുന്നത്. ഈ ഒരു ഘട്ടം വളരെ സംഘർഷഭരിതമായ ഘട്ടവും കൂടിയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹം ആദ്യ സമയങ്ങളിൽ അദ്ദേഹം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അന്നത്തെ ബാക്കി വന്ന തുർക്കിയുടെ ഒരു പ്രാദേശിക സുരക്ഷ, അവരുടെ ജനങ്ങളുടെ സംരക്ഷണം, ആ കൊളോണിയലിസ്റ്റ് ശക്തിയിൽ നിന്ന് അവശേഷിച്ച തുർക്കിയെ സംരക്ഷിച്ചു നിർത്തുന്നവർ എന്നൊക്കെ പലതരത്തിലുള്ള ഒരു ആശയമുള്ളതിൻ്റെ പേരിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ കമാൽ പാഷ അദ്ദേഹത്തെ അൻകാറയിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു അധികാരം കൊടുക്കാനൊക്കെ ഓഫറുകൾ വെക്കുന്നത് കാണുവാൻ കഴിയും. ഓഫറുകൾ എന്ന് പറയുന്നത് അന്നത്തെ പാർലമെൻറ്റിലെ ഒരു MP ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ ഈസ്റ്റേൺ തുർക്കിയിൽ അദ്ദേഹം താമസിച്ച വാനടക്കമുള്ള പ്രദേശങ്ങളിലെ അവിടെ ഒരു റിലീജിയസ് ഹെഡ്, ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ, ഖാദി എന്ന് പറയുന്ന പൊസിഷനൊക്കെ നൽകാം എന്നൊക്കെ ചില ഓഫറുകൾ കമാൽ പാഷ നൽകുന്നെങ്കിൽ പോലും കമാൽ പാഷയും കൂടെയുള്ളവരുടെയും ദീനിനോടുള്ള നിലപാട്, സദാചാര രീതികൾ, അധാർമികമായ അവരുടെ ശൈലികൾ എല്ലാത്തിൽ നിന്നും അദ്ദേഹം ഇവരുടെ തീരുമാനങ്ങളോട് ഒട്ടും ഇംപ്രസ് ആവാതിരിക്കുകയും അതിനോട് എതിര് നിൽക്കുകയും അവർക്കെതിരെയുള്ള ഒരു പ്രകടനങ്ങൾ, തീരുമാനങ്ങളും നയങ്ങളും ചിന്തകളും അദ്ദേഹം തുടക്കമിടുകയും ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലൂടെയാണ്. അപ്പം ഈ രണ്ടാമത്തെ സയ്യിദിൽ, ന്യൂ സയ്യിദിൽ അദ്ദേഹം ചെയ്യുന്നത് അത് അവിടുത്തെ ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് സ്വീകരിക്കുക, അതിനോടൊരു വിമർശക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പിന്നീടാണ് അദ്ദേഹത്തെ ഇതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തെ ഇസ്പാർട്ട എന്ന് പറയുന്ന ഭാഗത്തേക്ക് നാടുകടത്തുന്നത് കാണുവാൻ കഴിയും. ഇസ്പാർട്ട എന്ന് പറയുന്ന ഭാഗത്തേക്ക് നാടുകടത്തുന്നു. അവിടെ ഏകദേശം അവിടെയുള്ള ബെർല എന്ന് പറയുന്ന ഇസ്പാർട്ടയിൽ നിന്ന് പിന്നെയും അവിടുന്ന് നാടുകടത്തുന്നു. കാരണം ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെ അദ്ദേഹം ഒരുക്കു കൂട്ടുന്നു. അവർക്കുള്ള ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും അത് ഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ കമാലിസം, സെക്യുലറിസം, ആധുനികത, അതുപോലെ തന്നെ മെറ്റീരിയലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന പുതിയ ഐഡിയോളജികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അപജയങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നു. അപ്പം ഇതൊക്കെയും അന്നത്തെ ഭരണകൂടത്തിന് ഒരു നാഷണൽ ത്രെട്ടായിട്ട് പോലും തോന്നുകയും അദ്ദേഹത്തെ അവിടുന്ന് നാടുകടത്തുകയും പിന്നീട് ബർല എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്തേക്ക് താമസമാക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു ഹൗസ് അറസ്റ്റ് പോലായിട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. ഏകദേശം 8 വർഷക്കാലമാണ് ബർല എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം താമസിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ റിസാലെ നൂറിൻ്റെ നല്ലൊരു ശതമാനം ഭാഗങ്ങളും, ഖുർആൻ്റെ കമൻ്ററി ആയിരുന്ന റിസാലെ നൂറിൻ്റെ നല്ലൊരു ശതമാനവും ഭാഗവും അദ്ദേഹം പൂർത്തീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം ഖുർആൻ്റെ റിസാലെ നൂറിൻ്റെ 4/3 ഭാഗവും അദ്ദേഹം ഈ 8 വർഷക്കാലത്തിൽ പൂർത്തീകരിക്കുന്നത് കാണാം. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി എസ്കിഷെഹറിലേക്ക് വിടുന്നു. എസ്കിഷെഹർ എന്ന് പറയുന്നത് ആധുനിക തുർക്കിയുടെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ആ ഭാഗത്തേക്ക് അദ്ദേഹത്തെ താമസം മാറ്റുന്നു, അവിടുന്ന് പുറത്താക്കുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏകദേശം 120ഓളം സ്റ്റുഡൻറ്റിൻ്റെ കൂടെയാണ് അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്നത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിലൂടെ റിസാലെ നൂറിൻ്റെ രചനകൾ നടത്തുകയും ആ രചനകളെ, കാരണം ഇദ്ദേഹം കുർദിഷ് വംശജനാണ്, പിന്നീട് വാൻ ഭാഗത്തേക്കൊക്കെ വരികയും അവിടുന്ന് ആധുനിക തുർക്കി, അതായത് ഒട്ടോമൻ ടർക്കിഷ് ഭാഷ പഠിക്കുകയും പിന്നെ ആ ഭാഷയിൽ എഴുതുകയും ഒക്കെ ചെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് റിസാലെ നൂർ എഴുതുന്നത് അറബി സ്ക്രിപ്റ്റിൻ്റെ മോഡലിലായിരുന്നു.
പക്ഷേ പിന്നീട് ഭരണകൂടം 1925 ശേഷം എല്ലാ തസവൂഫിൻ്റെ ത്വരീഖത്തുകളെയും വിഭാഗങ്ങളെയും പണ്ഡിതന്മാരെയും അറസ്റ്റ് ചെയ്യുകയും ബാൻ ചെയ്യുകയും പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ രചനകളെയും നിരോധിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ അനുചരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അത് അറബി സ്ക്രിപ്റ്റിലേക്ക് മാറ്റുകയും എന്നിട്ട് വീടാന്തരം അദ്ദേഹത്തിനെ പറയുന്നത് നൂർജു പോസ്റ്റലാർ എന്ന പേരിലാണ്, അതായത് നൂർസിയുടെ പോസ്റ്റ്മാൻമാർ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഉപയോഗിക്കുകയും വീടാന്തരം രഹസ്യമായി ഇദ്ദേഹത്തിൻ്റെ രചനകൾ വിതരണം ചെയ്യപ്പെടുകയും ആ ഒരു തരത്തിൽ ഒരു മാസ് മൂവ്മെൻ്റായി ഇദ്ദേഹം കേഡർ അല്ലാത്ത എന്നാൽ ഒരേ സമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളെ പിൻപറ്റുന്ന ഒരു മാസ് മൂവ്മെൻ്റായും അദ്ദേഹത്തിൻ്റെ അനുയായികളെ മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഈ ഒരു ഇടയിൽവേളയിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ നാട് കടത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ആ സംഘടന ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പോസിഷൻ ഫിഗറായി ആൾ വരുന്നു, അതുപോലെ തന്നെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സംഘടന ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ പല ഭാഗത്തേക്ക് മാറ്റുന്നത്. പിന്നീട് കസ്തമോനെ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വീണ്ടും മാറ്റുന്നു, അവിടെ 8 വർഷം അവിടെയും താമസിക്കുന്നു. അങ്ങനെ 1943 അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തോട് അടുക്കുന്നതോടുകൂടി അവിടുത്തെ ദെനിസ്ലി എന്ന് പറയുന്ന ഭാഗത്തെ ഹൈക്കോടതി ഇത് വിചാരണയ്ക്ക് വെക്കുന്നു. പിന്നെ അതേ വർഷം തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്നു. എന്നാൽ പോലും കുറ്റവിമുക്തനായ ആ മനുഷ്യനെ വീണ്ടും കുറച്ചു കാലം കൂടി 9 മാസക്കാലം കൂടി ജയിലിടുന്നത് നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹം തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിൽവാസമൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുന്നു കൊണ്ടും അദ്ദേഹത്തിൻ്റെ രചനകൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ഈ ജയിൽവാസത്തിൽ അദ്ദേഹം ഏൽക്കാത്ത മർദ്ദനങ്ങളില്ല. പല സമയത്തും അദ്ദേഹത്തിനെതിരെ കൊലപാതക ശ്രമങ്ങൾ പോലും ഉണ്ടായി. അതിൻ്റെ കൂടെ തന്നെ പല ഘട്ടങ്ങളിൽ വിഷം നൽകി വധിക്കുവാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി. പക്ഷേ അത്ഭുതകരം എന്ന് പറയട്ടെ, അതിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. 1950കളിൽ തുർക്കിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു. അതുവരെ കമാലിസ്റ്റ് ഭരണകൂടം എന്നത് ഒരു ഒറ്റ പാർട്ടി വ്യവസ്ഥയായി അവരുടെ നേതാക്കന്മാർ മിലിറ്ററി നേതാക്കന്മാർ അങ്ങനെ ഒറ്റ പാർട്ടിയായി ഭരിക്കുന്ന പശ്ചാത്തലത്തിൽ തുർക്കിയിൽ ഒരു രാഷ്ട്രീയ ക്രമം മാറ്റം വരികയും ജനങ്ങൾ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിന് ആവശ്യപ്പെടുകയും ഒരു ജനാധിപത്യ സംഘം എന്ന് പറയുന്ന ഒരു ഒരാശയം അത് കൂടുതൽ പ്രാബല്യത്തിൽ വരികയും അങ്ങനെ ഇലക്ഷൻ ഉണ്ടായതിനു ശേഷം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, അദ്നാൻ മെൻഡസ് എന്ന് പറയുന്ന ബഹുമാന്യനായ ഇന്നത്തെ തുർക്കിയിൽ എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, വിശ്വാസം ഏറ്റെടുത്ത മുസ്ലിങ്ങൾ ഒരുപോലെ ബഹുമാന്യനായി ആദരിക്കുന്ന അദ്നാൻ മെൻഡസിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുവാൻ സ്വന്തം അനുയായികളോട് കൽപ്പിച്ച ആളും കൂടിയാണ് ബദിയുസ്സമാൻ സയ്യിദ് നൂർസി. കാരണം അദ്ദേഹം ജയിക്കുകയും ആദ്യമായി അങ്ങനൊരു കമാലിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഭരണാധികാരിയെ ഉയർന്നു വരുന്ന ഇദ്ദേഹമാണ്. ആ ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ 1924 മുതൽ ഏകദേശം 50 വരെ, പ്രത്യേകിച്ച് കമാൽ പാഷയുടെ കാലഘട്ടത്തിനുള്ളിൽ വരെ ഉണ്ടാക്കിയ പലവിധ പരിഷ്കാരങ്ങളെയും മാറ്റുവാനും തുർക്കി ഭാഷയിൽ വിളിച്ചിരുന്ന ബാങ്കിനെ അത് അറബി ഭാഷയിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങളൊക്കെയും അദ്നാൻ മെൻഡസിൻ്റെ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട്. അതിനൊക്കെയും ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളായിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത്. ആ കാലഘട്ടം 1950 മുതൽ 60 വരെ, അദ്ദേഹത്തിൻ്റെ മരണമടയുന്ന ആ ഒരു കാലഘട്ടം വരെ അതിന് ചില ചരിത്ര പണ്ഡിതന്മാർ മൂന്നാം സയ്യിദ് ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ 3ാം ഘട്ടം എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. അത് പ്രധാനമായും ശുക്രൻ വാഹിദി അടക്കമുള്ള അല്ലെങ്കിൽ അബൂ റബീനെ പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ അവരുടെ രചനകളിൽ ആ ഒരു ഘട്ടത്തെ 1950 മുതൽ 60 വരെയുള്ള ആ ഒരു ഘട്ടത്തെ തേർഡ് സയ്യിദ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഏകദേശം 1920 ശേഷം 50 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിരന്തരമുള്ള പീഡനങ്ങളും എക്സൈലുകളും നാടുകടത്തലുകളും അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക അതായത് ബുക്ക് രചനകളിലും വൈജ്ഞാനിക പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും സാംസ്കാരിക അവബോധന പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധയൂന്നിയിരുന്നു. എന്നാൽ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ ഒരു സാധ്യതയും അത് രൂപപ്പെടുന്നതിന് ശേഷം വീണ്ടും രാഷ്ട്രീയ മേഖലകളിൽ സജീവമാവുന്ന ഒരു പണ്ഡിതനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം അവരുമായും അദ്ദേഹത്തിന് അദ്നാൻ മെൻഡസിന് വോട്ട് ചെയ്യുവാൻ കൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ജയിക്കുകയും
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി തന്നെ കമാൽ പാഷ ഉണ്ടാക്കിയ പല പരിഷ്കാരങ്ങളും എടുത്തു കളയുകയും മുസ്ലിങ്ങൾക്ക് വിശ്വാസം ഉൾക്കൊണ്ട മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശം ലഭിക്കുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലാണ്. എന്നാൽ 1960 ഒരു മിലിറ്ററി അട്ടിമറി സംഭവിക്കുന്നു. അതിനുശേഷം 1960 മെയ് 27 ഈ സംഭവം ഉണ്ടാകുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതിനുശേഷം ജൂലൈ 12 1960 തന്നെ ഇദ്ദേഹം മരണമടയും ചെയ്യുന്നുണ്ട്. മിലിറ്ററി കൂവിൻ്റെ സംഭവം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തെ മരണമടഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉഫ എന്ന് പറയുന്ന ഭാഗത്താണ് ഇദ്ദേഹത്തെ കബറടക്കിയിരുന്നത്. ഈ പട്ടാള അട്ടിമറി ഉണ്ടാകുകയും തൊട്ടടുത്ത മാസം ജൂലൈയിൽ അവർ അദ്ദേഹത്തെ അടക്കിയ കബറിടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് എടുത്തുകൊണ്ട് പോവുകയും ആർക്കും അറിയാത്ത ഒരു പ്രദേശത്ത് അടക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെയാണെന്നുള്ളത് വ്യക്തമല്ല. ഇസ്തംബൂൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മക്ബറ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെയാണെന്ന് വ്യക്തമല്ല. പക്ഷേ ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് ശുക്രൻ വാഹിദ് അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയ പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ റിസാലെ നൂറിനെ കുറിച്ച് വിശദമായി വ്യാഖ്യാനങ്ങൾ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്ബറ ആരും കാണാത്ത ഒരിടത്ത് ആയിത്തീരുക എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തോടടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, അദ്ദേഹത്തിൻ്റെ അടുത്ത് ബർക്കത്തിന് വേണ്ടി ആരും വരരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. കാരണം ബർക്കത്ത് എന്നുള്ളത് കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അത് അള്ളാഹു കൊടുക്കേണ്ടതാണ്. പക്ഷേ ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് റിസാലെ നൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംശയങ്ങളോ ചർച്ചകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തന്നെ കാണുവാൻ അനുവാദം കൊടുക്കുന്ന ഒരാളും കൂടിയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അന്ന് നിലവിലുണ്ടായിരുന്ന സാമ്പ്രദായിക സൂഫി വര്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം കുറച്ചും കൂടി ഒരു ബർക്കത്ത് നൽകുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വാരിക്കൊരി കൊടുക്കുന്ന അങ്ങനെ ഒരു പൊസിഷൻ ഇരിക്കുന്ന ഒരു ഹയറാർക്കി ഏറ്റെടുത്ത ഒരു സൂഫി വര്യൻ എന്നതിൻ്റെ ഇമേജിനെ മാറ്റി എഴുതുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഖബർ ആരും കാണാത്ത ഒരു സ്ഥലത്തിൽ ആവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ഖബറുകൾ ആരും അറിയാത്ത ഭാഗത്തേക്ക് കമാലിസ്റ്റ് മാറ്റിയതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുർഹാൻ എന്ന് പറയുന്ന ഗലൻ ബവിയുടെ ബുക്കിനുള്ള കമൻ്ററി അദ്ദേഹം എഴുതുന്നു. റിസാലെ നൂർ പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ മരണം വരെ അവസാനം വരെയുള്ള ഘട്ടങ്ങളിൽ ഖുർആൻ്റെ തഫ്സീർ എന്ന നിലയിൽ അദ്ദേഹം അത് എഴുതുന്നു. മുനാസറാത്ത് എന്ന് പറയുന്ന രചന അദ്ദേഹം എഴുതുന്നു. ഇഷാറാത്തുൽ ഇജാസ് എന്ന് പറയുന്ന ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഈ രചനകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, അത് തുർക്കിയുടെ തൻസീമാത്ത് പ്രവർത്തനങ്ങൾക്ക് ശേഷം 1830 ശേഷം തുർക്കിയിൽ രൂപപ്പെട്ട ഒരു ആധുനികവൽക്കരണമുണ്ട്. യൂറോപ്യൻ നാടുകളിൽ രൂപപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി, യൂറോപ്യൻ റിനൈസ, യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെയൊക്കെ ശക്തമായ സ്വാധീനം ഖിലാഫത്തിലേക്ക് വരികയും ഖിലാഫത്തിൻ്റെ ഉള്ളിലുള്ള സൊസൈറ്റി, മിലിറ്ററി, അഡ്മിനിസ്ട്രേഷൻ, നിയമഘടന എന്നതിലൊക്കെ ശക്തമായ മാറ്റം വേണമെന്ന് വാദിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബദിഉസ്സമാൻ സയ്യിദ് നൂർസിയും അദ്ദേഹത്തിൻ്റെ പ്രബോധന, വിദ്യാഭ്യാസ, സംസ്കരണ പ്രവർത്തനങ്ങൾ തുടക്കമിടുന്നതും വ്യാപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട പരിപാടി, ആദ്യഘട്ടങ്ങളിൽ സയൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സയ്യിദ് എന്ന് പറയുന്ന ഘട്ടം, അതായത് ഖിലാഫത്തിൻ്റെ പതനം വരെയുള്ള ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമായും സയൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തകൾക്ക് മാറ്റം വരുന്നത്, സയൻസ് ഒരു അപ്രമാദിത്വമല്ല, ഇസ്ലാമിൻ്റെ ആശയ സംഹിതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സയൻസിനെ വായിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് റിസാലെ നൂറിലും ഇഷാറാത്തുൽ ഇജാസിലും മുനാസറാത്തിലും എല്ലാം അദ്ദേഹം അഖീദയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുക. അഷ്അരി മാതുരീദി ഫിലോസഫികളെ സ്വീകരിച്ച ആളും കൂടിയാണ്. അഷ്അരി എന്ന് പറയുന്ന അഖ്ലിന്, ബുദ്ധിക്ക്, ഇൻ്റലക്റ്റിന് പ്രാമുഖ്യം കൊടുക്കുന്ന, എന്നാൽ മാതുരീദി ഉസ്മാനികളുടെ ഒരു തിയോളജിക്കൽ പാരമ്പര്യമാണ് മാതുരീദി, ഇമാം അബു മൻസൂർ മാതുരീദിയുടെ ഫിലോസഫി. അതിലൊരു പ്രത്യേകത, ഒരേ സമയം തന്നെ അഖ്ലിനും അതുപോലെ തന്നെ നഖ്ലിനും ടെക്സ്റ്റിനും സയൻസിനും
ഒരേ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണ് മാതുരീദികൾക്കും ഉള്ളത്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷനായി അദ്ദേഹം മാറുന്നു. ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്ന ഒരാളായും അദ്ദേഹം മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ റേസ്, കുർദിഷ് റേസ്, അത് തുർക്കികൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വിവിധ ഫിലോസഫികളെ ഒന്നിച്ച് അദ്ദേഹം ഏറ്റെടുക്കുന്നു. ഹനഫി മദ്ഹബായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് ഷാഫി മദ്ഹബിൻ്റെ ഒരു വർത്തമാനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് അത്രയും വേറിട്ട ഒരു വൈജ്ഞാനിക പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചിന്താധാരകൾ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാനമായി അദ്ദേഹം നേരിടുന്നത് ഇൻ്റലക്ച്വൽ വ്യവഹാരങ്ങളെയാണ്. കമ്മ്യൂണിസം, അതുപോലെ തന്നെ അതുമായി ആധുനിക ഐഡിയോളജികളെ ശക്തമായി എതിർക്കുന്ന, എന്നാൽ അതേസമയം തന്നെ സയൻസും റേഷണാലിറ്റിയും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അനിവാര്യ ഘടകമാണെന്ന് വാദിക്കുന്ന ഒരാളായും നമുക്ക് ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയെ കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ വ്യക്തികൾ ഇമാം ഗസാലി, അതുപോലെ തന്നെ ഇമാം റബ്ബാനി എന്ന് വിളിക്കപ്പെടുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദി, ഖാലിദ് ബാഗ്ദാദി, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ പണ്ഡിതന്മാർ. അതിനുശേഷം തുർക്കിയിലുണ്ടായ നല്ല ഇസ്ലാമിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾക്കെല്ലാം ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ ചിന്തകളിലൂടെയും അദ്ദേഹത്തിൻ്റെ അനുയായികളിലൂടെയും കൂടെയാണ്. ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന അദ്ദേഹം, അതുപോലെ തന്നെ ഫത്തുള്ള ഗുലൻ ആവട്ടെ, നജമുദ്ദീൻ അർബക്കാനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ, എർദുഗാനെ പോലുള്ള ആൾക്കാരുമാവട്ടെ, ഇവരുടെയൊക്കെ ചിന്തകളിൽ ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ ചിന്തകൾ നല്ല സ്വാധീനം ചെലുത്തിയതായി നമുക്ക് കാണാം. ഈ ഒരു തരത്തിൽ ആധുനിക തുർക്കിയുടെ അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഒരു മാറ്റത്തെ നേരിട്ട് അനുഭവിക്കുകയും അതിനുവേണ്ടി ജിഹാദ്, സായുധ ജിഹാദിന് പോലും തയ്യാറാവുകയും ആ ജീവിതത്തിൻ്റെ ഒരു 40-50 വർഷക്കാലം നിരന്തരം അദ്ദേഹം നാടുകടത്തപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും വധശ്രമത്തിന് ഇരയാവുകയും അതുപോലെ തന്നെ വിഷമേൽക്കപ്പെടുകയും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളായും നമുക്ക് കാണാം. ഈ ഒരു സാഹചര്യത്തിലെല്ലാം അദ്ദേഹം ഈമാൻ ഉറച്ചു നിൽക്കുകയും ആ ഈമാൻ നിന്നുകൊണ്ട് തന്നെ വിവിധ രചനകൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലൂടെ ആധുനിക തുർക്കിയുടെ ഒരു പ്രതിച്ഛായ തന്നെ മാറ്റുകയും ഇസ്ലാമികമായ ഒരു മുഖം, ഒരു മുസ്ലിം ഒരു ഐഡൻറ്റിറ്റി നൽകുന്നതിലും ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും ചിന്തകളും രചനകളും ഭൗതിക വ്യവഹാരങ്ങളും പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.